പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം. നമ്മൾ ഈ പാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഓർഗാനിക് സംയുക്തങ്ങളിൽ ഘടകമൂലകങ്ങൾ കാർബണും ഹൈഡ്രജനും മാത്രമായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സംയുക്തങ്ങളിൽ കാർബണും ഹൈഡ്രജനും കൂടാതെ ചില സമയത്ത് ഹൈഡ്രജൻ പോകുന്നു. ഏതെങ്കിലും സാധനം ഹൈഡ്രജനു പകരം അവിടെ ചിലപ്പോൾ ക്ലോറിൻ ആറ്റം വന്ന് ബന്ധിക്കപ്പെടാം കാർബണിനോട്. അല്ലെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും ഒരു ഗ്രൂപ്പ് ആറ്റം ഓക്സിജൻ വഴി കാർബണിനോട് ബന്ധിക്കപ്പെടാം. ഇങ്ങനെ ഓർഗാനിക് സംയുക്തങ്ങളിൽ മറ്റ് ആറ്റങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ ഇവർ വന്ന് കയറുമ്പോൾ കണ്ടോ, ഇവിടെ CH4 എന്ന് പറഞ്ഞ ഒരു കാർബൺ ഉള്ളതാണ്. ടീച്ചറും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാർബൺ ഉള്ള CH4 ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. അതിലെ ഈ ഹൈഡ്രജൻ പോയിട്ടാണ് ഇവിടെ OH ഗ്രൂപ്പും ഇവിടെ ക്ലോറിൻ ഗ്രൂപ്പും വന്നിരിക്കുന്നത്. OH ഗ്രൂപ്പ് വന്നപ്പോൾ പേര് മാറി, മീഥൈൻ മെഥനോൾ എന്ന് പേര് മാറി. ഒരു കാർബണുള്ള മെഥേ തന്നെ തുടങ്ങി, പക്ഷെ ഓൾ എന്നൊരു ഭാഗം ചേർന്നു. ക്ലോറിൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ ക്ലോറോ ചേർത്ത് ക്ലോറോ മീഥൈൻ എന്നായി അതിൻ്റെ പേര്. ഇങ്ങനെ പേരും മാറും, സ്വഭാവവും മാറും. ചില ഹൈഡ്രജന് പകരം ചില ഗ്രൂപ്പുകളോ ആറ്റങ്ങളോ സംയുക്തങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഓർഗാനിക് സംയുക്തത്തിൽ കാർബണിനോട് ചേർന്നിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം മാറി ഒരു ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് വന്നാൽ പിന്നീട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും മാറും. അങ്ങനെ വരുന്ന ആ ആറ്റത്തെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാന്ന് പിടികിട്ടിയല്ലോ. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ചിലപ്പോൾ ചില ആറ്റങ്ങളോ ചില ഗ്രൂപ്പുകളോ വരാം. ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റം മാറി വരുന്ന ആറ്റങ്ങളെയോ ആറ്റം ഗ്രൂപ്പുകളെയാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പാഠത്തിൽ ഏതാനും ഫങ്ഷണൽ ഗ്രൂപ്പ്, സയൻസൊക്കെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് പിന്നീട് പഠിക്കും. ഇവിടെ നമ്മളൊരു 4-5 ഫങ്ഷണൽ ഗ്രൂപ്പേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ എന്നാണ് അതിൻ്റെ പേര്. അതിലുള്ളത് ഓക്സിജനും ഹൈഡ്രജനുമാണ്. അതിൽ ഓക്സിജൻ വഴിയാണ് അത് കാർബൺ ആറ്റത്തോട് ബന്ധിക്കപ്പെടുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്ത് ഓയും എച്ചും എന്ന് പറയുന്ന OH ഗ്രൂപ്പ്, അതിന് ശരിക്കും പറയുന്ന ഗ്രൂപ്പിൻ്റെ പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് മീഥൈനിൽ നിന്നാണ് OH ഗ്രൂപ്പ്. മീഥൈനിലെ ഹൈഡ്രജനെ നീക്കിയിട്ടാണ് OH ഗ്രൂപ്പ് ചേരുന്നത് എങ്കിൽ മെഥനോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന സംയുക്തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. മീഥൈനിൽ കാർബൺ ചെയിനിലുള്ള OH ഗ്രൂപ്പ് കാർബണിനോട് ബന്ധിക്കപ്പെട്ടതോടുകൂടി എല്ലാ സ്വഭാവവും മാറി, അത് മെഥനോളായി. ഇനി ഒരു കാർബൺ ആറ്റം ഉള്ളതായിരുന്നു മീഥൈൻ, പക്ഷേ ഇനി 2 കാർബൺ ആറ്റമുള്ള സംയുക്തത്തിൽ OH ഗ്രൂപ്പ് വരാം, 3 കാർബൺ ആറ്റമുള്ള സംയുക്തത്തിൽ OH ഗ്രൂപ്പ് വരാം. അപ്പോൾ ഇങ്ങനെ OH ഗ്രൂപ്പ് എവിടെയൊക്കെ വരുന്നോ ആ സംയുക്തങ്ങളെയെല്ലാം പൊതുവായി എന്ത് പറയുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്. ആൽക്കഹോളുകൾ എന്നാണ് അവയുടെ പേര്. OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെ ആൽക്കഹോളുകൾ. ഇത് ഒരൊറ്റ മാർക്ക് ചോദ്യമാണ്. അതിൻ്റെ പേരിടുന്നതിന് IUPAC കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൽക്കൈൻ എഴുതുന്ന മീഥൈൻ ആണെങ്കിൽ ഈ മാറ്റിയിട്ട് അവിടെ ഓൾ എന്നങ്ങ് ചേർത്താൽ മതി. അപ്പം മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ മീഥൈൻ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് മെഥനോൾ. അപ്പോൾ ഇത് മെഥനോൾ ആണെന്നും ഇത് സാധാരണ നമ്മൾ പഠിച്ചു വെച്ച് ഈ കൂട്ടി പറയണമായിരുന്നു, ഈ ഇഥനോൾ എന്ന് പറയണമായിരുന്നു. പറയാൻ ഇത് സുഖക്കുറവ് കാരണം മലയാളത്തിൽ എഴുതുമ്പോൾ അത് എഥനോൾ എന്നുമാണ്. അപ്പോൾ ഒന്നുകൂടെ ചുരുക്കി പറയാം, ഒരു കാർബണാറ്റമുള്ള OH ഗ്രൂപ്പ് ഉള്ള സംയുക്തങ്ങളെ മെഥനോൾ എന്നും 2 കാർബണാറ്റമുള്ളവയെ എഥനോൾ എന്നും 3 കാർബണാറ്റമുള്ളവയെ പ്രൊപ്പനോൾ എന്നും പറയാം. ഇനി നമ്മൾ ഈ 2 ആൽക്കഹോളുകൾ, കാരണം OH ഗ്രൂപ്പ് വന്നിരിക്കുന്ന സംയുക്തങ്ങളെയെല്ലാം ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അതിന്
പേര് കൊടുക്കുകയാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. രണ്ടിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത്? OH ആണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണ്. രണ്ടിൻ്റെയും സന്മാത്രാവാക്യം പരിശോധിച്ചപ്പോൾ, തന്മാത്രാവാക്യം എന്ന് പറഞ്ഞാൽ കാർബൺ എണ്ണി എഴുതുന്നു. C3, H മുഴുവൻ എണ്ണിക്കും 3 2 5 2 7 1 8. ഇവിടെ എണ്ണിയപ്പോഴും 3 3 6 2 8. എങ്ങനെ എണ്ണിയാലും രണ്ടിലും H8. പിന്നെ തന്മാത്രാ സൂത്രത്തിൽ ശ്രദ്ധിക്കുക, വേറെ ഏതെങ്കിലും ആറ്റം ഉണ്ടോ? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. അതുകൂടി എഴുതിയാലേ തന്മാത്രാ സൂത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ തന്മാത്രാ സൂത്രം എഴുതി. ഇങ്ങനെ രണ്ടിനും തന്മാത്രാ സൂത്രം C3H8O എന്നാണ്. C3H8O എന്നാണ്. അപ്പോൾ ഇവ തമ്മിൽ എന്നാ വ്യത്യാസം? എല്ലാം കാർബൺ 1 ഹൈഡ്രജൻ 1. ഇതിൻ്റെ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനങ്ങളിൽ വ്യത്യാസമുള്ളത് കൊണ്ട് പേരിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ പേരെഴുതുമ്പോൾ IUPAC ആണ് പേരിടുന്നതിൻ്റെ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള നിയമമൊന്നുമല്ല. ആദ്യം പറഞ്ഞിട്ടുള്ള അതേ നിയമങ്ങളാണ് പിന്നെയും പറയുമ്പം പാഠത്തിൽ വെറുതെ ഇങ്ങനെ എഴുതിയിട്ട്, പക്ഷെ നമുക്ക് നിയമം അറിയാം. നമുക്ക് ഒരു പ്രധാന ചെയിൻ കണ്ടുപിടിക്കണം. ആ പ്രധാന ചെയിനേൽ OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ നിയമം ഇതുവരെ മാറിയില്ല. പ്രധാന ചെയിൻ കണ്ടുപിടിക്കണം. ഇനി അതിൽ OH ഗ്രൂപ്പ് തൊട്ടിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. നമ്മൾ ഉള്ളതിന് ചെറിയ നമ്പർ കിട്ടുന്ന കാര്യം ചെയ്തവരല്ലേ. അപ്പോൾ നമ്പർ കൊടുക്കൽ തന്നെയാണ്. ഇനി ഉടനെ തന്നെ നമുക്ക് നമ്പർ കൊടുത്താൽ ഉടനെ പേര് കൊടുക്കാം. ആ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അതിൻ്റെ ആ പദമൂലം പറഞ്ഞ് പദമൂലത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഓൾ എന്ന് ചേർക്കണമെന്ന് മാത്രമാണ്. പദമൂലത്തിൻ്റെ അറ്റത്തേക്ക് ഓൾ എന്ന് 2 എണ്ണം ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഇതുവരെ പഠിച്ച പേരിടലിനേക്കാളും എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത പേജിലേ ചെയ്യാം. പേരിടുന്ന നിയമങ്ങളല്ല നമ്മളോട് ചോദിക്കുന്നത്, പേരിടാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്പർ കൊടുക്കണം. നമുക്ക് നിയമം അറിയാം. നീളമുള്ള ചെയിൻ ഇത് തന്നെയാണ്, ശാഖയൊന്നുമില്ല. അപ്പോൾ OH ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഈ കാർബൺ ആറ്റത്തിൽ നിന്നും തുടങ്ങണം. OH ഗ്രൂപ്പ് എന്നല്ല, ഈ കാർബൺ. അപ്പോൾ ഈ നമ്പറിംഗ് ആണ് ശരി. ആ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 3. അങ്ങനെയാണ് അതിൻ്റെ പേര് എന്തായിരുന്നു? അതിൻ്റെ ആൽക്കൈൻ്റെ പേര് ആൽക്കെയിൻ ആണെങ്കിൽ പ്രൊപ്പെയിൻ എന്ന് നമ്മൾ എഴുതുമായിരുന്നു. പ്രൊപ്പെയിൻ. ഇവിടെ നമ്മൾ ആ OH ഗ്രൂപ്പ് എവിടെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പ്രൊപ്പൻ വരെ എഴുതിയിട്ട് കണ്ടോ, പ്രൊപ്പൻ വരെ. ഇംഗ്ലീഷിലാണ് നല്ല ഇതാണ്. അതിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ഈ മാത്രം മാറ്റിയിട്ട് ആ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ എഴുതി ഓൾ. അപ്പോൾ ഇത് നോക്കുക, പ്രൊപ്പൻ 1 ഒന്നിലാണ്, പ്രൊപ്പൻ 1 ഓൾ എന്ന് വരും. ഒരെണ്ണോടെ ചെയ്യുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ തീരുന്നേ. നമുക്ക് OH ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതി സൈഡിൽ നിന്ന് നമ്പർ വിടും. ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുത്താൽ ഈ കാർബൺ ആറ്റത്തിന് 2 കിട്ടും, ഈ സൈഡിൽ നിന്ന് കൊടുത്താലും 2 കിട്ടും. അപ്പോൾ ഏത് കൊടുക്കാലും കുഴപ്പമില്ല. കൊടുത്തു. ഇനി നമ്മൾ പേര് കൊടുക്കുകയാണ്. പതിവ് പോലെ 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് പ്രൊപ്പൻ വരെ കൊടുത്തു. ഇനി അത് എത്രാമത്തേതിലായിരുന്നു? OH വന്നിരിക്കുന്നത് 2-ലായിരുന്നു. പ്രൊപ്പൻ 1 ഓൾ എന്നാണ് അതിൻ്റെ പേര്. 2 ഓൾ എന്നാണ്, പ്രൊപ്പൻ 2 ഓൾ എന്നാണ് പേര്. എന്നാൽ മൂന്നാമതൊരു സംയുക്തം വലുത് തന്നിട്ടുണ്ട്, നിങ്ങൾ എഴുതുമോ എന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യം ഇതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നിയമം എല്ലാം പാലിച്ച് എഴുതിയിട്ടാണ് ശരിയാണോ എന്ന് നോക്കാവൂ. അല്ലാതെ ഇത് അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ 2 വരും അങ്ങനെ. ഇവിടെ നോക്കി, OH ഗ്രൂപ്പ് ഈ സൈഡിലാണ്. അപ്പോൾ ഈ വശത്തെ കാർബൺ ആറ്റത്തിൽ നിന്ന് നമ്പർ കൊടുക്കണം. ഇപ്പം തന്നെ നമുക്ക് പിടികിട്ടി. OH ഗ്രൂപ്പ് ഉള്ളത് 2-ലായതുകൊണ്ട് പെൻഡൻ എന്നെഴുതി 2 ഓൾ. പെൻഡൻ 4 ഓൾ എന്തായാലും വരികയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായത് അതിൻ്റെ പദമൂലം കൃത്യമായിട്ട് അറിഞ്ഞ് പെൻഡാണെങ്കിൽ പെൻഡൻ 2 ഓൾ. 4 കാർബണാറ്റ് ബ്യൂട്ടൻ എത്രയിലാണോ പിടിച്ചിരിക്കുന്നത് അത് കൂട്ടി ഓൾ. ആ നമ്പർ ഒന്ന് പറഞ്ഞ്. അപ്പോൾ വളരെ ഈസിയാണ്. ഈസി ആണെങ്കിലോ എളുപ്പത്തിൽ തന്നെ മറന്നും പോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും വീണ്ടും പഠിച്ചാലാണ് ഓർത്തിരിക്കുക. പുതിയൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കുകയാണ്. ആ ഗ്രൂപ്പിൻ്റെ പേര് കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. അതിൽ 4 ആറ്റങ്ങളുടെ കൂട്ടമാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. 4 ആറ്റങ്ങളുടെ കൂട്ടമാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. 1 കാർബൺ, 2 ഓക്സിജൻ, H. അതിൽ കാർബൺ ആണ് നമ്മുടെ
ഓർഗാനിക് സംയുക്തത്തിലെ കാർബണിനോട് ബന്ധപ്പെടുക. അതുകൊണ്ട് അവിടെയാണ് നമ്മളൊരു വര വരയ്ക്കേണ്ടത്. അപ്പോൾ COOH ആണ് കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ പിന്നെ ടീച്ചറെ എന്തിനാ ഇത് വരച്ചു വെച്ചിരിക്കുന്നത്? ശരിക്കും ഈ കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ ഘടന ഇതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ടീച്ചറും കൂടെ ഒന്ന് വരയ്ക്കാം. കാർബൺ ആറ്റത്തിൽ ഒരു ഓക്സിജൻ, ഡബിൾ ബോണ്ട് ഇട്ട ഒരു ഓക്സിജനും സിംഗിൾ ബോണ്ട് ഇട്ട ഒരു OHും. അപ്പോൾ COOH. CAന്ന് പിടിക്കുമെന്ന് അറിയിക്കാൻ ഇങ്ങനെ അവരിങ്ങനെ ത്രികോണാകൃതിയിലൊക്കെ വരച്ചേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈസി അല്ലേ? ഇതാണ് കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ ഘടന. ഇനി ആ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ സംയുക്തങ്ങളുടെ പേര് മാറും. ആദ്യം OH ഗ്രൂപ്പ് അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ആൽക്കഹോൾ എന്ന് വന്നതുപോലെ ഇവിടെ ഇതിൻ്റെ പേര് മാറുകയാണ്. ഇതിൻ്റെ പേര് കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ്. ആ സംയുക്തങ്ങളുടെ പേര് കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇച്ചിരിയൂടെ സ്പീഡിൽ പറഞ്ഞാൽ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടീച്ചറിനെ നോക്കിയിട്ട് ഇതിലും സ്പീഡിൽ ഇതെല്ലാം പരീക്ഷാ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഈ ഗ്രൂപ്പ് വരുന്ന സംയുക്തങ്ങളുടെ പേരെന്ത്? കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് അതിൻ്റെ പേര്. ഇനി അതിന് പേര് നൽകുന്ന രീതിയാണ് അടിപൊളിയൊരു രീതിയാണ്. ഒരെണ്ണം ചെയ്തുകൊണ്ടങ്ങ് പഠിച്ചാൽ ഒരു രസമല്ലേ? എന്നിട്ട് നമുക്ക് നിയമം നോക്കുക പോലും ചെയ്യാം. ഇതാണ് ഒരു സംയുക്തം കാർബോക്സിലിക് ആസിഡ് എഴുതിയിട്ടിരിക്കുന്നത്. അത് ഇച്ചിരി വിശദീകരിച്ചാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ചുരുക്കി എഴുതുന്നത് CH3 ഇങ്ങനെ വരും. പിന്നെ COH നമ്മൾ ആ പഠിച്ച ഗ്രൂപ്പില്ലേ അത് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതും. കണ്ടോ? ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഇനി കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിന് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നോക്കിക്കേ, ആസിഡ് ഗ്രൂപ്പേ തന്നെ ഒരു കാർബൺ ആറ്റം, അതുകൊണ്ട് നമ്മൾ അതിന് 1 എന്ന് കൊടുക്കണം. ആസിഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ആസിഡ് എന്ന് കേട്ടാൽ തന്നെ പേടിയാവൂലേ? അതുകൊണ്ട് തന്നെ ആസിഡ് ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റത്തെ 1 എഴുതണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിന് 1 എഴുതി, ഇതിന് 2 എഴുതി. 2 കാർബൺ ആറ്റം ഉള്ളത് എപ്പോഴും നമ്മൾ ഈത് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പറയാൻ വേണ്ടി ഏത് എന്നാണ് ഇത്തിരി മുമ്പ് എഥനോൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതും എഥനോയിക് ആസിഡ് എന്നാണ്. ഈതെന്ന് തുടങ്ങി എഥനോയിക് ആസിഡ്. എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ പറയാം. 2 കാർബണാറ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈഥൈൻ എന്ന് പറയേണ്ടത് പോലെ ആയിരുന്നു. ഈഥൈൻ എന്ന് 2 കാർബണാറ്റം ഉള്ളതിനെയെല്ലാം ഈഥൈൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മാറ്റിയിട്ട് അവർ പറയാണ് ഓയിക് ആസിഡ് ചേർത്തോളുക. ഓയിക് ആസിഡ്. അപ്പം ഈഥൈൻ എന്നുള്ളത് ചേർത്തിൻ്റെ മാത്രം മാറ്റിയിട്ട് എഥനോയിക് ആസിഡ്. പറയാനൊരു സുഖമുണ്ടോ നോക്കി, എഥനോയിക് ആസിഡ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇനി 3 കാർബണാറ്റം ഉള്ളതും 1 കാർബണാറ്റം ഉള്ളതും ഒക്കെ നമുക്ക് അടുത്ത പേജിലുണ്ട്. 2-3 എണ്ണം ചെയ്യുമ്പോൾ ഈ ഓയിക് ആസിഡ് അങ്ങ് ചേർത്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ബോക്സിൽ 1 കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന സംയുക്തം COH ഉള്ളതെല്ലാം എന്തിൽ പെടുന്നു? കാർബോക്സിലിക് ആസിഡുകൾ എന്ന സംയുക്തങ്ങളുടെ രീതിയിൽ പെടുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉള്ളെങ്കിൽ നമ്മളെപ്പോൾ എങ്ങനെ തുടങ്ങും? മീഥൈൻ എന്നല്ലായിരുന്നു അത് പറയുമ്പോൾ മെഥനോയിക് ആസിഡ്. അത് മാറി എന്നായി? മെഥനോയിക് ആസിഡ്. 2 കാർബണാറ്റമാണെങ്കിൽ ഇംഗ്ലീഷിൽ കണ്ടോ മാത്രമേ അവർ മൈനസ് ചെയ്തിട്ടുള്ളൂ, കുറച്ചിട്ട് ഓയിക് ആസിഡ് എന്ന് ചേർത്തു. എഥനോയിക് ആസിഡ് കൂട്ടി എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്നാലും ഇവിടെ പുസ്തകത്തിലുള്ള പോലെ അങ്ങ് പഠിച്ചേക്കാം. എഥനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് അത് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവണം. പ്രൊപ്പ എന്നിട്ട് 3 കാർബണാറ്റമാണ് ഉള്ളത്. അതിൽ 1 എന്ന് കൊടുക്കാൻ പോകുന്ന കാർബണാറ്റം ഏത് സൈഡിൽ നിന്ന് 1 കൊടുക്കാൻ നമ്മളിനി പണ്ടും പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആസിഡ് എല്ലാം ആ സൈഡിൽ കാണുന്നത് കൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇട്ടു. അപ്പോൾ ഈ കാർബണാറ്റം ഒരു ബന്ധനമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ CH3 എന്ന് കൊടുത്തു, ഇവിടെ 2 എന്ന് കൊടുത്തു. ആസിഡ് ഗ്രൂപ്പിന് ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ പേരെന്നാണ്? 4 കാർബണാറ്റം ആയതുകൊണ്ട് ബ്യൂട്ട് എന്ന് തുടങ്ങി ബ്യൂട്ടനോയിക് ആസിഡ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ, എണ്ണ വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഓയിക് ആസിഡ് അവസാനം ആ പദമൂലത്തിൻ്റെ അറ്റത്തേക്ക് ചേർച്ച പോലെ ചേർക്കണം. ബ്യൂട്ടൈൻ എന്ന് പഠിച്ചവരാണ് നമ്മൾ.
ബ്യൂട്ടനോയിക് ആസിഡ്. പ്രൊപ്പൈൻ എന്ന് പഠിച്ചു, പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് പുതിയൊരു ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് പോകാം. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞങ്ങ് പഠിച്ചു. ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അതിൽ 3 ആറ്റങ്ങളാണുള്ളത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. 3 ആറ്റങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ഹൈഡ്രജൻ മാറ്റിയിട്ട് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ, 3 ആറ്റങ്ങളുള്ള ഗ്രൂപ്പ് ഹൈഡ്രജൻ മാറ്റിയിട്ട് പറ്റിപ്പിടിച്ചാൽ അത്തരം ഫങ്ഷണൽ ഗ്രൂപ്പ്, CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ആ സംയുക്തങ്ങളെ പറയുന്ന പേര് ആൽഡിഹൈഡുകൾ. ആൽഡിഹൈഡുകൾ. അതിലുള്ള ആലാണ് പേരിൻ്റെ കൂടെ ചേർക്കേണ്ടി വരിക. ആലാണ് ചേർക്കേണ്ടി വരിക. ആൽ. കണ്ടോ, ആൽ. അപ്പോൾ ഇപ്പം തന്നെ പറയാം, 1 കാർബൺ ആറ്റമുള്ളത് മെഥനാൽ, 2 കാർബൺ ആറ്റമുള്ളത് എഥനാൽ, 3 കാർബൺ ആറ്റമുള്ളത് പ്രൊപ്പനാൽ, 4 കാർബൺ ആറ്റമുള്ളത് ബ്യൂട്ടനാൽ. അങ്ങനെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ. ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷന്. നേരെ അങ്ങ് പ്രയോഗിക്കുക. ഒന്ന് നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഇതിലേക്ക് CHO ഗ്രൂപ്പ് കണ്ടോ, സിയും HOയും ഉള്ള ഒരു ഗ്രൂപ്പ് ചേർന്നിരിക്കുന്നു. ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അതിലെ കാർബൺ ആറ്റത്തിന് 1 കൊടുക്കണം, ഇത് 2 കൊടുക്കണം. അപ്പം 2 കാർബൺ ആറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നേ. 2 കാർബൺ ആറ്റം ഉള്ളത് അവർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഈഥൈൻ എന്ന് വിളിക്കേണ്ടതായിരുന്നു. നിങ്ങളിത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് ഈഥൈനിലെ അവസാനത്തെ അക്ഷരമായി ഈ മാറ്റിയിട്ട് ആല് ചേർക്കുമ്പം ഈഥനാൽ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സുഖം എഥനാൽ എന്ന് പറയാനാണ് എന്ന് മാത്രം. അതുകൊണ്ട് മലയാളത്തിൽ എഴുതുമ്പം എഥനാൽ. എല്ലാ പേരിടുന്നതിനേക്കാളും എളുപ്പമല്ലേ ആൽഡിഹൈഡിൻ്റെ പേരിടാനായിട്ട്? അതായത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പമാകുന്നതാണ്. 1 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ ഒരു കാർബൺ ആറ്റം ഉള്ളതിൽ മെഥനാൽ, 2 കാർബൺ ആറ്റം ആണെങ്കിൽ എഥനാൽ, 3 കാർബൺ ആറ്റമൊക്കെ അടുത്ത പേജിൽ കിടപ്പുണ്ട്. നമുക്ക് ഇന്ന് നോക്കാം. ഇവിടെ ബ്യൂട്ടനാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാം, അതിൽ 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. അതിൽ 4ാമത്തേത് CHO എന്നായിരിക്കണം. കാരണം അതിൻ്റെ ആ CHO ഗ്രൂപ്പിലെ കാർബൺ വേണം 1 കൊടുക്കാൻ. ഇത് 2, ഇത് 3, ഇത് 4. ഇപ്പം 4 കാർബൺ ആറ്റമായി. ബ്യൂട്ടനാലാണ്. എല്ലാത്തിനും ഏകബന്ധനം കൊടുക്കുന്നു. ബാക്കി എല്ലായിടത്തും ഏകബന്ധനമാണ്. 1 ബന്ധനം മാത്രമുള്ള കാർബൺ ആറ്റത്തിന് 3ഉം 2 ബന്ധനമുള്ളതിന് 2. ഇവിടെയും കാർബൺ ആറ്റത്തിന് ചുറ്റും 2 ബന്ധനം. അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി. ഇതിൻ്റെ ആൽഡിഹൈഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ 3 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് നമ്പർ ഇടാൻ പോലും പോകാനില്ല. പ്രൊപ്പനാൽ. പെൻറ്റനാൽ എഴുതണമെങ്കിൽ ഇതുപോലെ തന്നെ CH3, CH2, CH2 3 കാർബണിൻ്റെ പരിപാടി. 4 ലാസ്റ്റ് CHO എന്നുകൂടി കൊടുത്താൽ പെൻറ്റനാൽ ആയി. അതായത് 5 കാർബൺ ആറ്റം ഉണ്ടെന്ന് ഉറപ്പായി. അതിൽ ഒരു അറ്റത്തെ ഒരെണ്ണം CHO എന്നാക്കിയിരിക്കണം. ബാക്കിയെല്ലാം നമ്മൾ കാർബണും ഹൈഡ്രജനുമായിട്ട് കൊടുക്കുകയും ചെയ്യണം. അടുത്ത ഗ്രൂപ്പിൻ്റെ പേരാണ് കീറ്റോ ഗ്രൂപ്പ്. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരാണ് കീറ്റോ ഗ്രൂപ്പ്. അതായത് അതിൽ കാർബണും ഓക്സിജനും മാത്രമേ കാണുകയുള്ളൂ. CO എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇടയിൽ കൂടെ കാണും. CO എന്ന് പറഞ്ഞുകൊണ്ട് ഇടയിൽ കൂടെ കാണും. അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുള്ള സംയുക്തങ്ങളുടെ പേരെന്തെന്നാണ് പ്രധാന ചോദ്യം. കീറ്റോണുകൾ. കീറ്റോണുകൾ എന്ന് പറയുന്ന സംയുക്തങ്ങളാണ്. എവിടെയെങ്കിലും സംയുക്തങ്ങളുടെ ഇടയിൽ കൂടി CO എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് കീറ്റോണുകളാണെന്ന് വിചാരിക്കണം. അപ്പോൾ കീറ്റോണുകളുടെ പേരിടുന്നാണ് പഠിക്കുന്നത്. ആദ്യം ഈ പേജിൽ ഏറ്റവും താഴെയുള്ള വലിപ്പമുള്ള കീറ്റോൺ പഠിച്ചിട്ട് ചെറുത് പഠിക്കാനായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ഒരു വലിയ കീറ്റോൺ നമ്മൾ ഇച്ചിരി മിടുക്കരാന്ന് തെളിയിക്കാമല്ലോ. ഒന്ന് നോക്കിക്കേ, ഒരു CO ഗ്രൂപ്പ് നടുക്ക് കയറി കിടക്കുന്ന കണ്ടോ? അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ പറയും, ടീച്ചറെ അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയാണല്ലോ കണ്ടത്. അതായത് C+O പിന്നെ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. C+O ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണല്ലോ ടീച്ചറെ കണ്ടത്. ഇത് ചുരുക്കി എഴുതുന്നതാണ് ഈ CO. പിടികിട്ടിയോ? അപ്പോൾ ഈ CO ഗ്രൂപ്പ് കണ്ട കീറ്റോ ഗ്രൂപ്പ്. ആ കീറ്റോ ഗ്രൂപ്പിൻ്റെ ഇങ്ങനെ ഇങ്ങോട്ടും 2 വരയിട്ടില്ല. അതാണ് ഈ സൈഡിൽ ഇങ്ങനെ വരച്ചിട്ട് എവിടെന്നെങ്കിലും 2 വരയുണ്ടായാൽ മതി കീറ്റോ ഗ്രൂപ്പിന്. അപ്പോൾ ശരിയായല്ലോ. അപ്പോൾ ഇതാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് വരുന്നതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത, അതിന് 2 സൈഡിലും
കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റിയല്ല, ഒരു സൈഡിൽ നിന്ന് തുടങ്ങത്തില്ല. ഇതിന് തൊട്ടുമ്പോൾ ആസിഡ് ഗ്രൂപ്പിന് 1 കൊടുക്കായിരുന്നു, ആൽഡിഹൈഡ് ഗ്രൂപ്പിന് 1 കൊടുക്കായിരുന്നു. ഇവിടെ എന്ത് ചെയ്യത്തില്ല, കീറ്റോ ഗ്രൂപ്പിന് 1 തുടങ്ങത്തില്ല. അതുകൊണ്ട് കീറ്റോ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ കീറ്റോ ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുക്കുക, 1 2 3 4 5. ഈ നമ്പറിംഗ് ആണ് ശരി. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾ 5 ആയിരുന്നെങ്കിൽ പെൻറ്റെയിൻ എന്ന് വിളിക്കേണ്ടതായിരുന്നു. ഇവിടെ ചെയ്യേണ്ടത്, അവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് 2ാമത്തെ പൊസിഷനിലുണ്ട്. അതൊക്കെ ചോദിച്ചാൽ നമുക്ക് 2ൽ, ഇത് തെറ്റാണ്. ഈ ഒരു നമ്പറിങ് 2ലുണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് പെൻഡൻ വരെ നമുക്ക് എഴുതാമെന്ന്. പെൻഡൻ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വരയിട്ട് 2 ഓൺ. പെൻഡൻ 2 ഓൺ. എന്താ അതിൻ്റെ അർത്ഥം? 5 കാർബണാറ്റം ഉണ്ട്. അതിൽ 2ലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഓൺ എന്ന് ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഒന്നോടെ നോക്കാം. ഒരു വലുത് തന്നെ പഠിച്ചിട്ട് മുകളിലൊരു ചെറുതുണ്ടായിരുന്നു, ചെയ്യാൻ പോകാം കേട്ടോ. ഇവിടെ ഈ സംയുക്തത്തിൻ്റെ പേര് എഴുതുക. നോക്കി, ഇപ്പോൾ കൃത്യം നടുക്കാണ്. 1 2 3. ഇവിടെ നിണ്ണിയാലും 3, 1 2 3. എന്നാൽ പിന്നെ ഇങ്ങനെ കൊടുക്കാമല്ലോ, 1 2 3 4 5. അപ്പോൾ ഈ ഗ്രൂപ്പിന് കീറ്റോ ഗ്രൂപ്പ്. അപ്പോൾ 5 എണ്ണമാണ്. അതും ഇതുപോലെ തന്നെ പെൻഡൻ എന്ന് തുടങ്ങണം. പെൻഡൻ, കാരണം 5 ആണെങ്കിൽ പെൻഡൻ എന്ന് തുടങ്ങി 3ൽ കീറ്റോൺ എന്നുള്ളതിൻ്റെ ഓൺ എഴുതണം. ഓൺ കണ്ടോ, പെൻഡൻ 2 ഓണ്, ഇത് പെൻഡൻ 3 ഓണ്. മുകളിലൊരു ചെറുത് എഴുതാതെയാണ് നമ്മൾ വന്നത്. അതിതാണ് ഈ സംയുക്തം. കാരണം ആദ്യമേ അതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൺഫ്യൂഷൻ ആകും. എൻ്റെ ടീച്ചറെ ഇങ്ങനെ കെട്ടി തോങ്ങി ഇങ്ങനെ കിടക്കുന്നത് പോലെയൊക്കെ കിടക്കുന്നത് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കും. അതുകൊണ്ടാട്ടോ ഇത് ടീച്ചർ ഒന്ന് വൃത്തിക്ക് എഴുതാം. ഒരു സൈഡിൽ നിന്ന് CH3 തുടങ്ങി, എല്ലാവർക്കും മനസ്സിലായാലും ഈ CH3 എഴുതി. അത്തേന്ന് ഒരു വര താഴോട്ട് വരയ്ക്കുന്നതിന് പകരം ടീച്ചർ നല്ല നേരെ വരച്ചു. അതിനുശേഷം ഈ CO ഗ്രൂപ്പ് ഇങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെ ചുരുക്കി വരയ്ക്കാമെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. അതിനുശേഷം ആ CO ഗ്രൂപ്പ് എന്നുള്ളത് ഇങ്ങനെ മേലോട്ട് വരയ്ക്കാതെ നല്ല എന്തൊരു ഭംഗിയുള്ള സംയുക്തമാക്കി ടീച്ചർ എഴുതി. ഈ സംയുക്തം തന്നെയാണിത്. ഇനി പേര് കൊടുക്കുക ആർക്കെങ്കിലും വിഷമമുണ്ടോ? അതിനാണ് ടീച്ചർ സമയം കളയുകയും ചെയ്യരുത് എന്ന നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യണം. ഇതേ സംയുക്തമാണ്. ആദ്യം പറഞ്ഞ അത്രയും മനസ്സിലാകില്ലായിരുന്നു. ഇനി നമുക്ക് ഈ കീറ്റോ ഗ്രൂപ്പ് നടുക്കായതുകൊണ്ട് എവിടെ നിന്ന് വേണേലും നമ്പർ കൊടുക്കും, എവിടെ കൊടുത്താലും 2 കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രൊപ്പൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പൻ. അതിനുശേഷം 2ലാണ് നമുക്കതിൻ്റെ വന്നിരിക്കുന്നത് പ്രൊപ്പൻ 2 ഓൺ. എന്നിട്ടുണ്ടല്ലോ അത് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇവർ പ്രൊപ്പനോൺ എന്ന് എഴുതിയിട്ടുള്ളൂ. അന്നേരം നിങ്ങൾക്കൊരു എന്തിനാ ടീച്ചറെ 2 എഴുതാത്തേ? ഈ പ്രൊപ്പനോണിന് വേറെ ഒരു മാർഗമില്ല. ഈ സൈഡിൽ കൊണ്ട് CO പിടിപ്പിക്കാൻ പറ്റുമോ? COയ്ക്ക് 2 സ്ഥലത്തേക്കും ബന്ധനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 2 സൈഡിലെയും വര അല്ലെങ്കിൽ ബന്ധനം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സൈഡിൽ പറ്റില്ല. പിന്നെ ഇതിന് നടുക്കല്ലേ പറ്റുള്ളൂ, ഈ സിയുടെയും നടുക്ക്. അതുകൊണ്ട് ഉറപ്പായും 2 അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് 2 എഴുതിയില്ലേലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് ആ നമ്പർ ഇട്ട് എഴുതുന്നതാണ് കൂടുതൽ മെച്ചം. നിങ്ങൾ ഓർത്താൽ ഇതുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്താണ് നമ്മൾ പഠിച്ചത്? CO എന്ന് പറഞ്ഞ കീറ്റോ ഗ്രൂപ്പ് ഇങ്ങനെയും എഴുതാം. കീറ്റോ 2 സ്ഥലമായിട്ട് വരെയോ സൈഡിലേക്ക് വരെയോ കൊടുക്കാം. ആ പേരിടുന്ന സമയത്ത് ആൽക്കൈൻ നാമത്തിലെ അവസാനത്തെ ഒന്ന് മാറ്റിയിട്ട് ഓൺ എന്ന് നിങ്ങൾ ചേർത്തേച്ചാൽ മതി. അപ്പോൾ 3 കാർബൺ ആറ്റമാണ്. പ്രൊപ്പൻ 2 ഓൺ. 4 കാർബൺ ആറ്റം ആണെങ്കിൽ അതിൻ്റെ സ്ഥാനമൊക്കെ നോക്കി ഓൺ എന്ന് കൃത്യമായിട്ട് ചേർത്താൽ മതി. അടുത്തതായി ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചില ഓർഗാനിക് സംയുക്തങ്ങളിൽ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിലേതെങ്കിലും ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഏതെങ്കിലും ഹാലോജൻ ആറ്റം, ഈ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഹാലോജനുകൾ. അതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വരിക. 2 ഹൈഡ്രജൻ ആറ്റം മാറിയ 2 ക്ലോറിൻ വരാനുള്ള സാധ്യതയുണ്ട്, 2 ഫ്ലൂറിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പേരുകൾ ഇടുമ്പോൾ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ ഇങ്ങനെ ഉള്ള വാക്കുകൾ ആ
ഓർഗാനിക് സംയുക്തത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ ചേർക്കണം. ശാഖയുടെയൊക്കെ പേര് നമ്മൾ ചേർക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ആ IUPACയുടെ അതിൻ്റെ നിയമം പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പറഞ്ഞതുപോലെ ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം സ്ഥാനം 2 ആണെങ്കിൽ 2, 1 ആണെങ്കിൽ 1 ഇട്ടിട്ട് ഒരു ചെറിയ വരയിട്ടിട്ട് ആ ഹാലോ ഗ്രൂപ്പ് ക്ലോറിനാണെങ്കിൽ ക്ലോറോ, ഇവിടെ പേര് പഠിപ്പിച്ചു തന്നല്ലോ, അത് എഴുതി ആൽക്കൈൻ്റെ പേരും കൂടി അങ്ങ് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇതാ ഫങ്ഷണൽ ഗ്രൂപ്പ് പിടിച്ചിരിക്കുന്നു. അടുത്ത തൊട്ട് താഴെയുണ്ട് ഒരു ക്ലോറിനാണ് വന്ന് പിടിച്ചിരിക്കുന്നത്. അതിന് ക്ലോറിൻ വന്നിരിക്കുന്നു 1. അപ്പോൾ ആ ക്ലോറിൻ പിടിച്ചേക്കുന്ന കാർബണാറ്റത്തെ മാത്രം നമ്മൾ നമ്പർ ചെയ്യും കേട്ടോ. ഇത് ക്ലോറിനാണ്, Cl. ആരും കാർബണാണെന്ന് ഓർക്കരുത്. അപ്പോൾ 1, 2, 3. അപ്പോൾ നമ്മൾ ക്ലോറിൻ പിടിച്ചിരിക്കുന്ന ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം അത് ആദ്യം എഴുതണം 1. അത് കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഇട്ടു, ചെറിയ വര. ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ഇവിടെ ക്ലോറോ. ഇനി ആൽക്കൈൻ 3 എണ്ണം ഉള്ളത് കൊണ്ട് ആൽക്കൈൻ്റെ പേര് 3 ഉള്ളത് പ്രൊപ്പൈൻ. എന്തൊരു സിമ്പിളാ, ഇതൊന്നും മറന്നു പോകാതെ ഇരുന്നാൽ മതി. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മളോട് അതൊന്ന് എഴുതിയേക്കാൻ പറഞ്ഞിട്ട് മുഖ്യ ചെയിനിൽ 3 കാർബൺ ആറ്റം, അങ്ങനെയുള്ളതിൻ്റെ പേര് പ്രൊപ്പൈൻ, ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ക്ലോറോ. അങ്ങനെ ശരിയായ സ്ഥാനസംഖ്യ 1, അങ്ങനെയാണ് 1 ക്ലോറോ പ്രൊപ്പൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു വലുതങ്ങ് തന്നിട്ട് നമ്മളെ പേടിപ്പിക്കാവോ എന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കതൊന്നും പ്രശ്നമല്ല. ഈ സൈഡിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. നമ്മൾ 1 നമ്പറിടാതെ നമുക്ക് പേരിടയിലില്ല, നമ്പറില്ലാതെ പേരില്ല. അപ്പോൾ 2 എന്ന് പറയുന്ന കാർബണത്തിൽ 2 ബ്രോമോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 പ്രാവശ്യം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം കൊടുക്കണം. എന്നിട്ടിട്ട് പണ്ടേ പഠിച്ചിട്ടുണ്ട് 2 ബ്രോമിൻ ഉണ്ടെങ്കിൽ 2 മീതിന് ഡൈ എന്ന വാക്ക് ചേർക്കണം. എന്നിട്ട് ഡൈ ബ്രോമോ ഇനി 4 കാർബണാറ്റമുള്ള ആൽക്കൈൻ്റെ പേര് ബ്യൂട്ടെയിൻ. ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ബോക്സും കൂടെ പൂരിപ്പിച്ച കുട്ടികളെല്ലാം പഠിച്ചു എന്നായി. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ 2 പേര് എഴുതിയിട്ട് നമുക്ക് പേരെന്ന് സംയുക്തം എഴുതുന്ന പരിപാടി ചെയ്യാം. ഇതിൻ്റെ പേര് എഴുതാം, നമ്പർ ഇട്ടിട്ട് നമുക്ക് നടുക്കാണ് ഫ്ലോറിൻ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൊടുത്താലും ഇവിടെ 2 വരികയുള്ളൂ. എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് ആ നമ്പർ ആദ്യം ഇട്ടിട്ട് ആ ഒരു ബ്രാഞ്ചിൻ്റെ പേര് ഫ്ലൂറോ എന്ന് മുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഫ്ലൂറോ. ഇനി 3 കാർബൺ ആറ്റം ഉള്ളത് പ്രൊപ്പൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്പർ ഇവിടെ നിന്ന് കൊടുക്കണം, കാരണം അയഡോ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങി 1 അയഡോ, 5 കാർബൺ ആറ്റം ഉള്ളതിന് എന്ത് പറയണം? പെൻറ്റെയിൻ. അപ്പോൾ നമ്മൾ ഈ പേര് ഒന്ന് വലിപ്പത്തിൽ എഴുതിയിട്ട്, കാരണം ഇവിടെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല, ഒന്ന് വലിപ്പത്തിൽ എഴുതിയിട്ട് ടീച്ചർ ചെയ്യുവാണ്. അപ്പം ഇതിന് തൊട്ട് താഴോട്ട് ഈ കോമ്പൗണ്ട് എഴുതുക കേട്ടോ. ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്. നോക്കിയേ, ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രധാന ചെയിൻ്റെ പേരാണ് ആദ്യം. എന്ത് കാണിച്ചാലും നമ്മൾ ചെയിൻ ഉണ്ടാക്കണം. 4 കാർബൺ ആറ്റം ബ്യൂട്ടെന്ന് കണ്ടതോടെ എയിന്ന് കണ്ടതോടുകൂടി ഏകബന്ധനം. അതിൽ 2ലും വേണം നമുക്ക് ക്ലോറിൻ, 3ലും വേണം ക്ലോറിൻ. ഓക്കെ, ഇനി നമ്മൾ ഈ കാർബൺ യൂറ്റ് ഒരു ബോണ്ടേ ഉള്ളൂ, ഒരു ബന്ധനമേ ഉള്ളൂ, 1ഉം 3ഉം. ഇതിന് ചുറ്റും 1, 2, 3 ചുറ്റും നോക്കണം, 3 ബന്ധനമുണ്ട്, 3, 1ഉം. ഈ കാർബൺ യൂറ്റും 1, 2, 3 ബന്ധനമുണ്ട്, 1. അതുകൊണ്ട് ഇതിൽ ഒരു ബന്ധനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഈ സംയുക്തം. ഈസി ആയിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അവസാനത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ പതുക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു ബുദ്ധിമുട്ട് പിന്നെ പഠിക്കാം. നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചിട്ടാണ് പറയുന്നത്, പിന്നെ പഠിക്കാം. പാട് എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ. പക്ഷേ നമുക്ക് എല്ലാ വിഷയങ്ങളും സോഷ്യൽ സയൻസൊക്കെ എന്തുമാത്രം ഇങ്ങ് പഠിക്കാൻ വരുമെന്ന് അറിയുമോ?
അതുപോലെ തന്നെ ഫിസിക്സ് ഒക്കെ എന്തുമാത്രം കണക്കൊക്കെ ചെയ്ത് പഠിക്കാനുണ്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് സമയമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല ക്ലാസ് എവിടെ നിന്ന് കിട്ടിയാലും അത് കണ്ട് നല്ലൊരു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ പേരൻസ് മേടിച്ചോണ്ട് തന്നോളും. നല്ലൊരു നോട്ട്ബുക്കും ഒക്കെ എടുത്ത് സുന്ദരമായിട്ട് എഴുതിക്കോ. അപ്പോൾ അടുത്ത ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഒരു ഓ ഇട്ടിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ബന്ധനം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആർ നിട്ട് വെച്ചേക്കുന്നത് എന്താണെന്നാണ് ആർ പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞു തന്നിട്ട് ആൽക്കൈൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ആർ. ശരിക്കും പറഞ്ഞാൽ അവിടെ CH3 ആണ് അവർ പറയുന്നത്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. CH3 പോലെയുള്ള, അല്ലെ ഇനി വലിയ വലിയ ഗ്രൂപ്പ് വന്നാലും മതി, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓ വന്നിട്ട് രണ്ട് സൈഡിലും വര വന്നാൽ ആ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. അതിൻ്റെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇത്തരം ആൽക്കോക്സി ഗ്രൂപ്പ്, ഓക്സിജൻ ഈ ഗ്രൂപ്പ് വരുന്നതിനെ ഈഥറുകൾ എന്നാണ് പറയുന്നത്. ഈഥറുകൾ. ഇവയെ എങ്ങനെ പേരിടാമെന്ന് അടുത്ത പേജിലുണ്ട്. ഇവയ്ക്കൊരു പ്രത്യേക രീതിയിലാണ്, ഇവയ്ക്കെന്ന് പറഞ്ഞാൽ ഈഥറിന് നോക്കിക്കേ, ഈ ഒരെണ്ണത്തിൻ്റെ പേര് ഇട്ടിട്ട് അങ്ങ് പഠിക്കാം എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. ഓക്സിജൻ്റെ രണ്ട് സൈഡിലും ഇവിടെ ഒരു കാർബൺ, ഇവിടെ രണ്ട് കാർബണുള്ള ഒരു ഗ്രൂപ്പ് നമ്മളുടെ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ ചെറിയ കാർബണുള്ള ഭാഗത്തു നിന്ന് തുടങ്ങണം. പേര് ചെറിയ കാർബൺ, ഒരു കാർബണേ ഉള്ളൂ, ഇതിന് മെത്ത് എന്നാണ് പറയുന്നത്. അതിന് ശേഷം ഓക്സി ചേർക്കണം. അപ്പം മെത്തോക്സി. കണ്ടോ, ഒരു കാർബൺ ഉള്ളതാണ് തുടങ്ങേണ്ടത്. അപ്പം മെത്ത് എന്ന് തുടങ്ങി മെത്തോക്സി. അതിനുശേഷം രണ്ട് കാർബണാറ്റം ഉള്ള ആൽക്കൈൻ്റെ പേരെങ്ങനെ പറയണം? ഈഥയിൻ. കണ്ടോ, മെത്തോക്സി ഈഥയിൻ. എളുപ്പമല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒന്നുകൂടെ പറയാം. ഓക്സിജൻ്റെ രണ്ട് വശത്തും കാർബണാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് കാർബണാറ്റമുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. ഒരെണ്ണോടെ പഠിപ്പിച്ചോണ്ട് ടീച്ചർ അങ്ങ് ചെയ്യാവേ. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ അങ്ങ് തീരും. ഇത് കണ്ടോ, ഈ സംയുക്തം അത് ആ രീതിയിലുള്ളതാണ്. ഇവിടെ ഈ ഓക്സിജൻ കണ്ടതോടുകൂടി, ഓക്സിജനും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ബന്ധനം കണ്ടതോടുകൂടി ഇത് ഈഥർ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. അതിൽ തന്നെ ഈ വശത്താണ് ഒരു കാർബണാറ്റേ ഉള്ളൂ, ഇവിടെ 3 കാർബണാറ്റം ഉണ്ട്. ഒരു കാർബണാറ്റം ഉള്ള ഭാഗത്തൊന്നും പേരിടിയിൽ തുടങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെത്തോക്സി എന്നോ മീതോക്സി എന്നോ, ഒരു പറയാൻ സുഖത്തിനാണ് മലയാളം അങ്ങനെയൊക്കെ പറയുന്നത്. മീതോക്സി എന്ന് തുടങ്ങി. ബാക്കി 3 കാർബണാറ്റം ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ 3 കാർബണാറ്റം ഉള്ളതിൻ്റെ പേര് പ്രൊപ്പൈൻ എന്നല്ലേ, അതങ്ങ് എഴുതി. ഇനി ഇവിടെ ഒന്ന് പറഞ്ഞു തരാം ഈ പേരിടിയിലും കൂടെ. ഈ ഓക്സിജൻ കണ്ടതോടുകൂടി ഇത് ഈഥറാണ്, മെത്തോക്സി ഗ്രൂപ്പാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓ കണ്ട് രണ്ട് വശത്തും ഇരുവശത്തും ആൽക്കൈൽ ഗ്രൂപ്പും കണ്ടതോടുകൂടി ഇത് ഈഥർ എന്ന സംയുക്തമാണെന്ന് മനസ്സിലായി. ഈഥർ എന്ന സംയുക്തത്തിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ ഒരു കാർബണാറ്റം, ഇവിടെ ഒരു കാർബണാറ്റം, എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് മീതോക്സി എന്ന് പറഞ്ഞു. ഇനി ഒരു കാർബണാറ്റത്തിൻ്റെ ഉള്ള ആൽക്കൈൻ്റെ പേരങ്ങ് ചേർക്കുക, മീതോക്സി മീഥൈൽ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഓക്സി എന്ന് കണ്ടതോടുകൂടി ഓക്സിജൻ ഉള്ള അതിൻ്റെ രണ്ട് വശത്തും ബന്ധനങ്ങൾ ഉണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ, തുടക്കത്തിലെ സൈഡിലാണ് ചെറിയ വശം വരുന്നത്, അവിടെ ഈഥ എന്ന കൊടുത്തേക്കുന്നത് കൊണ്ട് ഈഥെന്നാണ് കൊടുത്തേക്കുന്നത്. 2 കാർബണാറ്റം ഉണ്ട്. പ്രൊപ്പൈൻ എന്നാണ് അടുത്ത സൈഡിൽ കൊടുത്തേക്കുന്നത്, അവിടെ 3 കാർബണാറ്റവും ഉണ്ട്. ഇനി ആവശ്യത്തിന് ഹൈഡ്രജൻ ആറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഈ അസ്ഥികൂടം പോലെ ഇരിക്കുന്നത് കൃത്യമായി ഈതോക്സി പ്രൊപ്പൈനാവും. എങ്ങനെ മനസ്സിലായി? ഓക്സി എന്നത് കണ്ടതോടുകൂടി ഇത് ഈഥറാണ്. ഈഥ എന്ന് കണ്ടതോടെ ഒരു സൈഡിൽ 2 കാർബണാറ്റം, പ്രൊപ്പൈൻ എന്ന് കണ്ടതോടുകൂടി മറുവശത്ത് 3 കാർബണാറ്റം. അപ്പോൾ ഈ കാർബണാറ്റിൽ ഒരു ബന്ധനമേ ഉള്ളൂ, 1 3 4. ഈ കാർബണാറ്റത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 ബന്ധനം, 2 2 4, 2 ബന്ധനം, 2 2 4. ഈ കാർബണെ 2 ബന്ധനം, 2 2 4. ഈ കാർബണെ ഒരു ബന്ധനം, 1 3 4. അപ്പോൾ ഇതിൻ്റെ പേരിടിയിൽ കർമ്മം അടിപൊളിയായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഫോഴ്സ് ചെയ്തിട്ട് മനസ്സിലായോ എന്ന് നിങ്ങൾ പറയണം. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കുന്നതിൻ്റെ ഒരു മോഡൽ കൂടി അങ്ങ് തന്നേക്കുകയാണ്. പിള്ളേർ എഴുതിക്കോട്ടെ എന്നോർത്ത്. ഈ ഗ്രൂപ്പിൻ്റെ പേര്, അതിൻ്റെ ആ സംയുക്തത്തിൻ്റെ പേര്. നിങ്ങൾക്കും തോന്നുന്നില്ലേ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ചാർട്ടാണെന്ന്?
ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോഴേ OH എന്ന് മനസ്സിൽ വരണം. ആ OH ഉള്ള സംയുക്തങ്ങൾ ആൽക്കഹോളാണ്. COOH എന്ന് പറയുമ്പോഴേ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് മനസ്സിൽ വരണം. കാർബോക്സിലിക് ആസിഡുകളാണ്. CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡുകൾ എന്നാണ് അതിനെ പറയുന്നത്. CO എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും എഴുതാം, കീറ്റോ ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്, കീറ്റോണുകൾ. O എന്ന് കണ്ടാൽ ആൽക്കോക്സി ഗ്രൂപ്പ്, ഈതർ എന്ന് പറയുന്ന സംയുക്തമാണ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ആറ്റം വന്നാൽ മതി, അത്തരം സംയുക്തങ്ങളെ ഹാലോ സംയുക്തങ്ങൾ എന്നാണ് പറയുന്നത്. സുഗന്ധമുള്ള നല്ല മണമുള്ള പുതിയ ഒരു തരം സംയുക്തങ്ങൾ കൂടി നമ്മളെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ, ഒത്തിരി പഠിപ്പിക്കുന്നില്ല. ഒന്ന് കണ്ട് ഒന്നാമത്തെ അതിലെ ആ സുഗന്ധമുള്ളവയിലെ ഏറ്റവും ലളിതമായിട്ടുള്ള സംയുക്തത്തെ പരിചയപ്പെടുത്തി നമുക്ക് ഈ പാഠത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം വലിയ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ ഒന്നും അറിയത്തില്ലെന്ന് പറയരുതല്ലോ. അതുകൊണ്ട് സുഗന്ധമുള്ള സംയുക്തങ്ങളായതുകൊണ്ടാണ് അരോമാറ്റിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലളിതമായ സംയുക്തത്തിൻ്റെ വലയ രൂപത്തിൽ ആണ് ഇരിക്കുന്നത്. വലയ രൂപത്തിൽ ചെയിനുകളുടെ അറ്റം യോജിച്ചു വന്നൊരു വലയം പോലെയാണ് ഇരിക്കുന്നത്. ഇത് വരയ്ക്കാൻ ഇതിൻ്റെ തന്മാത്രാ സൂത്രം എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ തന്മാത്രാ സൂത്രം നമുക്ക് ഈ പടം കണ്ടുകൊണ്ടങ്ങ് എഴുതാം. എത്ര കാർബൺ ഉണ്ട് എണ്ണിക്ക്? 1 2 3 4 5 6. C6 ഹൈഡ്രജൻ. ഓരോ കാർബണെ കൂടിയും ഓരോ ഹൈഡ്രജൻ ആറ്റങ്ങൾ. അപ്പോൾ വളരെ ഒരു തന്മാത്രാ സൂത്രമാണ് ലഭിച്ചിരിക്കുന്നത്, CR HR. ഇനി അതൊന്ന് ചുരുക്കി എഴുതുന്നതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് 2 രീതിയിലും വരയ്ക്കാൻ ടീച്ചർ ഇവിടുന്ന് തന്നെ ഇങ്ങ് പഠിപ്പിക്കുകയാണ്. കാർബൺ ആറ്റം 6 എണ്ണം വേണം. 6 എണ്ണം ഒരുമാതിരി ഹെക്സഗൻ്റെ രീതിയിൽ, ഷഡ്ഭുജമില്ല, 6 വശങ്ങളുള്ളത്. 2 3 4 5 6. ടീച്ചർ വരയ്ക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കണം. ചളിഞ്ഞ അലുമിനിയം കലം പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ വരച്ച് ഇതുപോലെ ഷേപ്പാക്കണം. ഇനി അതിൻ്റെ എല്ലാം ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കണം, അതായത് ദിബന്ധനം വരയ്ക്കണം. ഇവിടെ ഒരു ദിബന്ധനം ഏകബന്ധനം, ദിബന്ധനം ഏകബന്ധനം, ദിബന്ധനം ഏകബന്ധനം, ഇങ്ങനെ കറങ്ങി വരണം. ഇനി എല്ലാത്തിലും ഓരോ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ സൈഡിലുള്ളതൊക്കെ നല്ല നേരെ സൈഡിലേക്ക് കൊടുത്താൽ വൃത്തിക്കിരിക്കും. ഇത് ചുരുക്കി വരയ്ക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് ദിബന്ധനം ഉള്ളിടത്തൊക്കെ ദിബന്ധനം കൊടുത്താൽ ഈ മൂലകളിലൊക്കെ ഹൈഡ്രജനും കാർബണും ഇരിപ്പുണ്ട് എന്നാണ് സങ്കല്പം. ഒരു കാർബണും ഒരു ഹൈഡ്രജനും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ രണ്ടും വരയ്ക്കാൻ പഠിക്കണം. ഇതിനെക്കുറിച്ച് അടുത്ത പേജിൽ അല്പോടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ സംയുക്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? അരോമാറ്റിക്. സംയുക്തത്തിൻ്റെ പേര് ബെൻസീൻ. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. തന്മാത്രാ സൂത്രം നമ്മൾ ഇപ്പോൾ വീണ്ടും എഴുതി. ആ ബെൻസീനിലും ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയാൽ C5H5 എന്ന് വരും. കണ്ടോ? C5H5 എന്നാണ് വന്നിരിക്കുന്നത്. കാണാമോ? ഇവിടെയും എന്നിട്ട് അവിടെ ഒരു OH കണ്ടോ, ഒരു H പോയിട്ട് OH വന്നു. അപ്പോൾ അതിൻ്റെ തന്മാത്രാ സൂത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്നതിൻ്റെ പേരാണ് ഫിനോൾ. അപ്പോൾ ഈ സംയുക്തം എഴുതിയിട്ടിട്ട് ഫിനോൾ ആണെന്ന് അതിൻ്റെ പേര് കൊടുക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫിനോൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഘടന എഴുതാനായിട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിൽ H മാറിയിട്ട് COOH എന്ന് പറയുന്ന 4 ആറ്റം വരുന്ന ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ആസിഡ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞപ്പോൾ C6H5 ഒരു H പോയില്ലേ, അവിടേക്കാണ് COH വന്നത്. ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകും. അതും പേരും അതിൻ്റെ സന്മാത്രാ സൂത്രവും ഘടനയും എഴുതാൻ 3 ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓരോന്നിൽ നിന്നും 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓർഗാനിക് സംയുക്തങ്ങളുടെ ഒരു സ്വഭാവമായ ഐസോമെറിസമാണ് ഇനി പഠിക്കാനുള്ളത്. ഞാൻ കുറേ ആലോചിച്ചു അടുത്ത വീഡിയോ ക്ലാസ് ആക്കിയാലോ എന്ന്. പിന്നെ ഞാൻ ഓർത്തു, ഞാനോ നിങ്ങളോ പഠനമോ പഠിപ്പീരോ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് പിന്നീട്
അതും കൂടെ കൂട്ടി പഠിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ടീച്ചർ അതങ്ങ് തുടരാൻ തീരുമാനിച്ചു. നിങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഒരു വാശിക്കിരുന്നാലേ ഇതൊക്കെ അങ്ങ് തീരുവുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒരു 2 പേജുള്ള ഭാഗങ്ങളാണ് ഐസോമെറിസം എന്ന് പറയുന്ന സ്വഭാവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോണ സ്വഭാവത്തിൻ്റെ പേര് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു, ഐസോമെറിസം. അത് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു 4 സംയുക്തം തന്നിട്ട് അതിനെ ഒന്ന് വിശകലനം ചെയ്ത് ഒരേ തന്മാത്രാ സൂത്രമുള്ളവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും നമുക്കൊന്ന് കണ്ടെത്തി എഴുതാം. ഞാനൊന്ന് കണ്ടെത്തി എഴുതുന്നതാണ്. നിങ്ങളൊന്ന് ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്തി എഴുതിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും തന്മാത്രാ സൂത്രം എഴുതിയിട്ടുണ്ട്. അതിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിന് C3H7 H7Cl എന്നാണ്, ഇതിനാണെങ്കിൽ C3H7Cl എന്നാണ്. രണ്ടെണ്ണത്തിന് ഒരുപോലെ വന്നിട്ടുണ്ട്. 1-നും 4-നുമാണ് അങ്ങനെ ഒരുപോലെ വന്നിരിക്കുന്നത്. അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് സൂക്ഷിച്ചു നോക്കി. ഇവിടെയും Cl, ഇത് കാർബൺ അല്ല കേട്ടോ, ഇത് Cl ആണ്, ഇതും Cl ആണ്. കുട്ടികൾക്ക് അതൊക്കെ സംശയം വരും. രണ്ടിലും Cl ആണ്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ തന്മാത്രാ സൂത്രം. എന്നാൽ പേരെഴുതിയാൽ പേര് വ്യത്യാസമാണ്. പേര് നമുക്ക് എഴുതി നോക്കാം. ഇവിടെയാണെങ്കിൽ 1 നമ്പർ ഇടാതെ പേരെഴുതാൻ പറ്റുമോ? അപ്പോൾ 2-ലാണ് ക്ലോറിൻ വന്നേക്കുന്നത്. 2-ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പേരാണെങ്കിൽ 1-ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ്. കാരണം 1 നമ്പർ ഇടാതെ പേരിടത്തില്ല, 1-ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ്. അപ്പോൾ രണ്ടിൻ്റെയും പേര് വ്യത്യാസമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകതയല്ലേ? ഒരേ തന്മാത്രാ സൂത്രമാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഘടനാവാക്യവും സ്വഭാവവുമാണ് ഇവയ്ക്കുള്ളത്. പേര് വ്യത്യസ്തമാണ്, ഇതിൻ്റെ സ്വഭാവവും വ്യത്യസ്തമാണ്. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഒരേ തന്മാത്രാ സൂത്രം, വ്യത്യസ്തമായ രാസ സ്വഭാവവും ഭൗതിക സ്വഭാവവും പേരും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ളവയാണ് ഐസോമറുകൾ എന്ന് പറയുന്നു. ഈ പ്രത്യേക സ്വഭാവത്തെ ഐസോമെറിസം എന്ന് പറയുന്നു. ഇതിൻ്റെ നിർവചനം അടുത്ത പേജിലുണ്ട്. പലതരം ഐസോമെറിസം നമുക്ക് പഠിക്കാനുമുണ്ട്. ഒന്നാമത്തെ ഭാഗം ഒരേ തന്മാത്രാ സൂത്രമായിരിക്കണം, പക്ഷെ അവർക്ക് വ്യത്യസ്തമായ ഭൗതിക രാസ സ്വഭാവങ്ങളാണ്. ഘടന വ്യത്യാസമല്ലായിരുന്നോ? അതാണ് വ്യത്യാസമായുള്ള ഭൗതിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ രാസ സ്വഭാവവും അവയുടെ വ്യത്യസ്തമായിരിക്കും. ഇത്തരം വസ്തുക്കളെ, ഇത്തരം സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് പറയുന്നു. ഈ സ്വഭാവത്തെ, പ്രതിഭാസത്തെ ഐസോമെറിസം എന്നാണ് പറയുന്നത്. ഐസോമെറിസം പല രീതിയിലുണ്ട്. ഒന്നാമത്തേത് ചെയിൻ ഐസോമെറിസമാണ്. എല്ലാം പഠിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ്. സ്ഥിരം ചോദ്യമാണെന്ന് ടീച്ചർ അറിഞ്ഞത് ഇതേ പാഠം 7ാമത്തെ പാഠമായിട്ട്, 6ാമത്തെ 7ാമത്തെയൊക്കെ പാഠമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. തന്മാത്രാ സൂത്രം രണ്ടും എഴുതി നോക്കുമ്പോൾ 2 സംയുക്തങ്ങളിലും 4 കാർബൺ ആറ്റവും അതിൻ്റെ കൂടെ 10 ഹൈഡ്രജൻ ആറ്റവുമാണുള്ളത്. രണ്ടിനും ഒരുപോലെയാണ് ഇവയുടെ. പക്ഷേ പേരെഴുതിയാൽ അത് അവരുടെ ഘടന വ്യത്യാസമാണ്. ഒരെണ്ണത്തിന് നല്ല നേരെയുള്ള ഒരു ചെയിനാണുള്ളത്, പക്ഷേ ഒരെണ്ണത്തിന് ശാഖയോട് കൂടിയ ചെയിനാണ്. ചെയിനിൽ വ്യത്യാസം. നേരെയുള്ള ചെയിനും ശാഖയുള്ള ചെയിനും എന്തിലാണോ വ്യത്യാസം അത് ചേർത്ത് നിങ്ങൾ ഐസോമെറിസത്തിൻ്റെ പേര് പറയണം. ഇവിടെ ചെയിനിലാണ് വ്യത്യാസം, അതുകൊണ്ട് ഇങ്ങനെ സംയുക്തം തരും. പരീക്ഷാ ചോദ്യം ഇങ്ങനെയാണ്: ഇവ കാണിക്കുന്ന ഐസോമെറിസം എന്ത്? ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതിന് നേരെയുള്ള ചെയിൻ, ഇതിന് ശാഖയുള്ള ചെയിൻ, ചെയിനിലാണ് വ്യത്യാസം, അതുകൊണ്ട് ചെയിൻ ഐസോമെറിസം. പേര് പോലും വ്യത്യാസമാണ്. പേരെഴുതാനെല്ലാം നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ശരിക്കും മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒന്നാമത്തേതിൻ്റെ കാർബണിൻ്റെ കാർബൺ മാത്രം എടുത്ത് നേരെയുള്ള കാർബൺ ചെയിൻ ആണെന്നും രണ്ടാമത്തതിന് ശാഖയുള്ള ചെയിൻ ആണെന്നും വരച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയപ്പോഴേ മനസ്സിലായതല്ലേ? നമുക്ക് നല്ല പഠിക്കാനൊക്കെ അറിയാം. അപ്പം നോക്കിക്കേ, അങ്ങനെ ഒരേ തന്മാത്രാ സൂത്രവും എന്നാൽ കാർബൺ ചെയിനിൽ വ്യത്യാസമാണെങ്കിൽ അത്തരം സംയുക്തങ്ങളെ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നു. ഈ പ്രതിഭാസത്തെ ചെയിൻ ഐസോമറിസം എന്നും പറയുന്നു. നമ്മളോട് പെൻറ്റെയിൻ്റെ 2 ചെയിൻ ഐസോമർ, പെൻറ്റെയിൻ 5 കാർബൺ ആറ്റം, നമുക്കിപ്പോൾ മനസ്സിൽ ഊഹിക്കാവുന്നുള്ളൂ. ചെയിൻ വേറെ വേറെ ആയിരിക്കണം. കാർബണും ഹൈഡ്രജനും ഒരുപോലെയാണ്.
അപ്പോൾ പെൻറ്റെയിൻ എങ്ങനെയിരിക്കും? ഒരെണ്ണം എന്നല്ല 5 കാർബൺ ആറ്റവും നിരന്നതും ഒരെണ്ണത്തിൽ 4 കാർബൺ ആറ്റം നിരന്നിട്ട് ഒരു കാർബൺ ആറ്റത്തെ ശാഖയായിട്ട് വരയ്ക്കുകയും ചെയ്യുമ്പോൾ പെൻറ്റെയിൻ്റെ 2 ചെയിൻ ഐസോമറുകൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വെക്കേണ്ടത്. ചെയിൻ ഐസോമർ എഴുതാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടില്ല. മൂന്നാമത് ഒരെണ്ണോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം 4 നല്ല നേരെ എഴുതിയെങ്കിൽ ഞാൻ അടുത്തതായിട്ട് 3 നേരെ എഴുതുന്നത്. അപ്പോൾ ഇനി 5 കാർബൺ ആറ്റം ഉണ്ടല്ലോ, 5 എഴുതാനല്ലേ പറഞ്ഞ്. അപ്പോൾ ഞാൻ 2 കാർബൺ ആറ്റങ്ങളെ ഇങ്ങനെ കൂടി കൊടുത്തു. എന്നിട്ട് എല്ലാത്തിലും ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുത്തപ്പോൾ ഇതും C5 കാർബൺ 5 ഹൈഡ്രജൻ 12 എന്നിവയുടെ 3 ചെയിൻ ഐസോമറാണ് കൊടുത്തിരിക്കുന്നത്. 3 രീതിയിലുള്ള ചെയിൻ. ഇനി 6 കാർബൺ ആറ്റം വരുന്ന സംയുക്തത്തിൻ്റെ, അപ്പോൾ ഇതിൻ്റെ തന്മാത്രാ സൂത്രം എങ്ങനെയിരിക്കും? എല്ലാത്തിൻ്റെയും C6H14 എന്നിരിക്കും. ഹൈഡ്രജൻ എണ്ണി നോക്കിക്കോളൂ, H14. ഇങ്ങനെയുള്ള എത്രയെണ്ണം എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ. നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നു. ആദ്യം നിങ്ങൾ 6 നേരെ എഴുതിയപ്പോൾ ഒന്നാമത്തെയായി. രണ്ടാമത്തെ എഴുതാൻ പറയും. 3 എഴുതാൻ പറഞ്ഞാലും നമുക്കറിയാം. രണ്ടാമത്തെ എഴുതണമെങ്കിൽ ഒരു 5 നിരത്തി എഴുതുക. അതിൻ്റെ മധ്യത്തിലേക്ക് ഒരു കാർബൺ നമ്മൾ ചെയിനായി നമുക്ക് ശാഖയായിട്ട് കൊടുക്കുക. ബാക്കി എല്ലാത്തിനും അതിന് ശേഷമേ ഹൈഡ്രജൻ കൊടുക്കാവൂ. ചെയിൻ തയ്യാറാക്കിയിട്ടേ കൊടുക്കാവൂ കേട്ടോ. അടുത്തതായിട്ട് ഒരു 3 എടുക്കുക, അതിലേക്ക് താഴേക്കും മുകളിലേക്കും കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അടുത്തത് വളരെ എളുപ്പമുള്ള ഒരു ഐസോമറിസമാണ് പൊസിഷൻ ഐസോമറിസം. ഐസോമറിസം ഉണ്ടെങ്കിൽ അവിടെ ഒരേ തന്മാത്രാ സൂത്രം ആയിരിക്കും. ഇവിടെ നോക്കിയപ്പോൾ C3H6O എല്ലായിടത്തും എണ്ണിക്കോ. 3 2 5 2 7 1 3 2 5 2 7 1 8 ഉണ്ട് കേട്ടോ. സോറി, 8 ഹൈഡ്രജൻ ഉണ്ട്. രണ്ടിടത്തും അങ്ങനെ തന്നെ, ഇവിടെ എണ്ണിയാലും അങ്ങനെ തന്നെ. അപ്പോൾ തന്മാത്രാ സൂത്രം ഒന്ന് തന്നെ. പക്ഷേ നോക്കിയപ്പം ഫങ്ഷണൽ ഗ്രൂപ്പും ഒന്ന് തന്നെ. പക്ഷേ ഇതിനാണെങ്കിൽ നല്ല ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് പിടിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്. ഇവിടെ ചെയിനൊക്കെ നേരെയാ കാർബൺ ആറ്റം നോക്കും. പക്ഷെ ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് പിടിച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, പൊസിഷൻ വ്യത്യാസമാണ്. എന്തിലാണോ വ്യത്യാസം അത് ചേർത്താണ് നമ്മൾ പേരിടേണ്ടത്. ഇവിടെ പറയുന്നത് കേൾക്കാം. ഒരേ തന്മാത്രാ സൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും ആണെങ്കിൽ, അതിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അതിനെ പൊസിഷൻ ഐസോമറിസം എന്നാണ് പറയുന്നത്. ഒരേ തന്മാത്രാ സൂത്രമാണ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അതിനെ പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം. അപ്പോൾ അതിൻ്റെ പേരെഴുതി നോക്കുവാണെങ്കിലും വ്യത്യാസമാണ്. ഒന്നാമത്തേത് പ്രൊപ്പൻ 1 ആണെങ്കിൽ അടുത്തത് പ്രൊപ്പൻ 2 ആണ്. അപ്പോൾ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ തന്മാത്രാ സൂത്രം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന് ആ ഗ്രൂപ്പ് വേറെ വേറെ കാർബൺ ആറ്റത്തിലാണ് ബന്ധനം നടത്തിയിരിക്കുന്നത്. ഇവിടെ 2 ഇവിടെ 1. അതുകൊണ്ട് ഇതിനെ പൊസിഷൻ ഐസോമറിസം, സ്ഥാനം മാറിയിരിക്കുന്നത് കൊണ്ട്. മറ്റൊന്നുകൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് 2 ജോഡി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ജോഡിയിൽ ദിബന്ധനം 1 2 3 4, 1നും 2നും ഇടയിലാണ്. ഇവിടെ ദിബന്ധനം 3നും 4നും ഇടയിലാണ്. ദിബന്ധനത്തിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസമുള്ളത് കൊണ്ട് ഇത് 4 കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റം 8 എങ്കിലും രണ്ടിലും തന്മാത്രാ സൂത്രം ഒന്ന് തന്നെ. പക്ഷേ പേര് വ്യത്യാസം, ഘടന വ്യത്യാസം. ഇതും പൊസിഷനിലാണ് വ്യത്യാസം, സ്ഥാനത്തിൽ വ്യത്യാസം. അതുകൊണ്ട് ഇതും പൊസിഷൻ ഐസോമറിസം കാണിക്കുന്ന 2 സംയുക്തങ്ങളാണ്. ചോദ്യം എങ്ങനെയാണ് ചോദിക്കുക? ഈ സംയുക്തങ്ങൾ തരും, ഇതിലെ ഐസോമറിസം എന്ത്? അത്രയും ലളിതമായ ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഐസോമറിസം ആണ് എന്ന് എഴുതണം. പേരെഴുതാൻ പറഞ്ഞാൽ ഒന്നാമത്തേത് ബ്യൂട്ട് 1 ആണെന്നും ഇതിനു മുമ്പ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടാണ് പേര്. ബ്യൂട്ട് 2 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അടുത്ത രണ്ടാമത്തെ ജോഡി നമുക്ക് നോക്കാം. അവിടെ ഒരു ത്രിബന്ധനം വന്നിരിക്കുന്നതാണ്. നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. തന്മാത്രാസൂത്രം ഒരുപോലെയാണെങ്കിലും ഇവിടെ ത്രിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇത് പൊസിഷൻ ഐസോമറിസമാണ്. നമ്മൾ തന്മാത്രാസൂത്രം എഴുതി നോക്കിയാൽ C4H6 എന്നാണ് വരുന്നത്. IUPAC നാമം എഴുതിയാലോ ബ്യൂട്ട് 1 അയിൻ എന്നുമാണ്. ഇത് ബ്യൂട്ട് 2 അയിൻ എന്നുമാണ് വരുന്നത്. അപ്പോൾ ദ്വിബന്ധനത്തിനെയും ത്രിബന്ധനത്തിനെയും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്കിതിൽ നിന്നും മനസ്സിലായി. ദ്വിബന്ധനവും ത്രിബന്ധനവും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടാണ് പരിഗണിക്കുന്നത്. അതിൻ്റെ സ്ഥാനം മാറിയപ്പോൾ സ്ഥാനം എന്നർത്ഥമുള്ള പൊസിഷൻ ഐസോമറിസമാണ് കാണിക്കുന്നത്. അടുത്തത് ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള, നോക്കൂ, ഇവയുടെയും നമുക്ക് തന്മാത്രാ സൂത്രം എഴുതി നോക്കാം. C2H3 O എന്നാണ് വന്നിരിക്കുന്നത്. രണ്ടിനും C2H6O എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കോമ്പൗണ്ടിൽ OHും രണ്ടാമത്തെ കോമ്പൗണ്ടിൽ Oയുമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം. അതുകൊണ്ട് പേര് ഫങ്ഷണൽ ഐസോമർസ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്തമായ ഫങ്ഷണൽ ഗ്രൂപ്പുമാണ് ഉള്ളതെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറിസുകൾ എന്നും ഫങ്ഷണൽ ഐസോമറിസം എന്നാണ് ആ പ്രതിഭാസത്തിൻ്റെ പേര്. അടുത്തതിൽ നോക്കിയപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഒന്നാമത്തേതിൽ CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, രണ്ടാമത്തേതിൽ CO ഇങ്ങനെ നടുക്ക് ഇടുന്നിട്ട് ഇതാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. തന്മാത്രാ സൂത്രം എഴുതി നോക്കിയാൽ രണ്ടിനും C3H3 C3H6O എന്നും രണ്ടിനും അങ്ങനെയാണ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുമായതുകൊണ്ട് ഇവയും ഫങ്ഷണൽ ഐസോമറിസമാണ് പ്രദർശിപ്പിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കും? ഏതാണോ വ്യത്യാസം അത് ചേർത്ത് പറഞ്ഞുകൊള്ളുക, ഫങ്ഷണൽ ഐസോമറിസം. എന്നാൽ അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ഐസോമറിസമാണ് പഠിക്കുന്നത്, മെറ്റാമറിസം. ഈതറുകൾ, അതായത് രണ്ട് വശത്തും ഇങ്ങനെ ബന്ധനം വരുന്ന ഗ്രൂപ്പുകളാണ്. ഈഥറിൻ്റെ ഗ്രൂപ്പായ ആൽക്കോക്സി ഗ്രൂപ്പും കീറ്റോണിൻ്റെ ഗ്രൂപ്പായ ഇരുവശവും ബന്ധനം വരുന്ന ഗ്രൂപ്പുകളാണ് ഈ രണ്ട് ഗ്രൂപ്പുകൾ. ഈ രണ്ട് സംയുക്തങ്ങൾ, ഈഥർ എന്ന സംയുക്തവും അതുപോലെ കീറ്റോൺ എന്ന സംയുക്തവും അതിൽ പെടുന്നതാണ്. ഈ രണ്ട് സംയുക്തങ്ങൾ കാണിക്കുന്ന പ്രത്യേകതരമായ ഐസോമറിസമാണ് മെറ്റാമറിസം. ഏതൊക്കെയാണ്? ഈഥർ, കീറ്റോൺ, ഇവ രണ്ടുമാണ് മെറ്റാമറിസം കാണിക്കുന്നത്. അതായത് അവയ്ക്കിങ്ങനെ രണ്ട് സൈഡിലും ബന്ധനമുണ്ടല്ലോ, ആ രണ്ട് സൈഡിലെയും ബന്ധനങ്ങളുടെ കാർബൺ ആറ്റം എണ്ണി നോക്കും. തന്മാത്രാസൂത്രം എണ്ണിയ ഒരുപോലെയാണ്. ഇവിടെ നോക്കാം, നമുക്ക് C4H10O എന്നാണ് കിടക്കുന്നത്. കണ്ടോ, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാത്തിനും ഇവിടെ 5ഉം ഇവിടെ ഒരു 5 വന്നപ്പോൾ 10 ഒരു ഓക്സിജനും. ഇതെണ്ണിയാലും അങ്ങനെ തന്നെ. തന്മാത്രാസൂത്രം ഒരുപോലെ, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശങ്ങളിൽ ഇവിടെ 2 കാർബൺ ആറ്റം, ഇവിടെ 2 കാർബൺ ആറ്റവും ഹൈഡ്രജനും, ഇവിടെ 1 കാർബൺ ആറ്റവും ഹൈഡ്രജനും, ഇവിടെ 3 കാർബൺ ആറ്റവും ഹൈഡ്രജനും. മൊത്തം നോക്കുമ്പോൾ 4 കാർബൺ ആറ്റവും ഹൈഡ്രജനുകളുമാണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശങ്ങളിലും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അഥവാ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമറിസമാണ് മെറ്റാമറിസം. അതിൻ്റെ ഒരു നിർവചനവും എല്ലാം അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ട് ഏത് ഐസോമറിസമാണെന്ന് ചോദിച്ചാൽ മെറ്റാമറിസം. കാരണം ഈഥറാണ്. ഈഥറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശത്തിലുമുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം. മറ്റൊരു ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. അത് കീറ്റോണാണ്. രണ്ടും കീറ്റോണുകളാണ്. CO എന്ന ഗ്രൂപ്പ് എടുത്തു, ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിൻ്റെ രണ്ട് വശം നോക്കിയപ്പം 1, 2, 3, 4 അങ്ങനെ 4 കാർബൺ, 4 CH ഹൈഡ്രജന്, 4 കാർബണും ഹൈഡ്രജന്മാരുമാണ്. ഇവിടെയോ ഈ സൈഡിൽ 1 കാർബണേ ഉള്ളൂ, ഇവിടെ 3 കാർബണും. തന്മാത്രാസൂത്രം എഴുതി കഴിഞ്ഞാൽ പേടിക്കാനില്ല. എല്ലാത്തിനും C4H ആണെങ്കിൽ 10, C4 അല്ല C5 ഉണ്ട് കേട്ടോ, C5. ഓക്കെ, ഇതിൻ്റെ ഞാൻ എണ്ണിയില്ല. C5
കൊണ്ട് H10 O എന്നാണ് വരിക രണ്ടിനും. കണ്ടോ, തന്മാത്രാ സൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. C5 H10 OA ഒരേ തന്മാത്രാ സൂത്രം. പക്ഷേ തന്മാത്രാ സൂത്രത്തിൽ നോക്കുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശങ്ങളിലും വരുന്ന ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് സംയോജകത എന്ന് പറഞ്ഞ ബന്ധനം, സംയോജകത എന്ന് പറഞ്ഞ ബന്ധനം രണ്ടെണ്ണം വരുന്ന, രണ്ട് ബന്ധനം വരുന്നില്ലേ, കണ്ടോ, രണ്ട് വശത്തും. CO ആണെങ്കിലും ടീച്ചർ വരച്ച് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇങ്ങനെയാണ്. ഇരുവശങ്ങളിലും ബന്ധനം വരുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ ഇരുവശങ്ങളിൽ വരുന്ന കാർബണാറ്റം അഥവാ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസമാണ് മെറ്റാമറിസം. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു മെറ്റാമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നടുക്കോട്ട് O എഴുതും. ഇവിടെ ഒരു സൈഡിൽ നമ്മൾ ഒരു CH3 കൊടുക്കുന്നുള്ളൂ. ബാക്കി 1, 2, 3, 4, 5 എണ്ണം ഒരു സൈഡിൽ കൊടുക്കും. 4 എണ്ണം കൊടുക്കണമായിരുന്നെങ്കിൽ അങ്ങനെയും വ്യത്യസ്തതരമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഇതിൻ്റെ IUPAC നാമം എഴുതുന്ന ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധാരണ രീതിയിലുള്ള ഒരു ബോക്സ് അഥവാ ഒരു ടേബിൾ എപ്പോഴും തരാറുണ്ട് അല്ലേ, ഒരു പട്ടിക തരാറുണ്ട്. ഈ പട്ടികയിൽ നോക്കിയിട്ട് ഇത് ഏതൊക്കെ ജോഡിയാണ് ചേരുന്നത് എന്ന് കണ്ടെത്തണം. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും ആദ്യം എഴുതേണ്ട തന്മാത്രാ സൂത്രം, എന്നിട്ട് അവരെ ജോഡിയാക്കണം, ഒരുപോലെയുള്ളതിനെ കണ്ടെത്തി. അപ്പോൾ ചെയിൻ ഐസോമറിസം കാണിക്കുന്നത് ചെയിനിൽ മാത്രം വ്യത്യാസം മതിയല്ലോ. C5H12 എന്ന് കാണിക്കുന്ന രണ്ടിലും കണ്ട. ആദ്യം ടീച്ചർ എത്ര സ്പീഡിലാണല്ലേ ആൻസർ ചെയ്യുന്നത്. അതിന് ചെയ്യേണ്ടത് ആദ്യം തന്മാത്രാ സൂത്രം എഴുതി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആൻസർ ചെയ്യാം. പൊസിഷൻ ഐസോമറിസം, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് പല പല പൊസിഷനിൽ. അപ്പോൾ ഇവിടെ വന്നപ്പം ഇത് ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ വേറെ പൊസിഷൻ, വേറെ വേറെ സ്ഥാനം, 1ഉം 6ഉം. ഫങ്ഷണൽ ഐസോമറിസം നോക്കിയപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വരണം. ഇവിടെ OH ഗ്രൂപ്പ്, ഇവിടെയും C4H10 ആണ് കൊടുത്തേക്കുന്നത്. 1ഉം 3ഉം അതിന് ഒരു ഉദാഹരണമാണ്. ഇനിയും ഉദാഹരണമൊക്കെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടേക്ക്. ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്ന ഇനിയും ജോഡികൾ ഇവിടെയുണ്ട്. 2 പേരെ എപ്പോഴും എഴുതണം. ഒരാളെ എഴുതിയാൽ ഐസോമറുകളാകുകയില്ല, ജോഡി വേണം, ഒന്നിന് ചേരുന്ന വേണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെയാണെങ്കിൽ OH ഗ്രൂപ്പാണ്, ഇവിടെ O ആണ്. തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്. ഇനിയും കാണാനുണ്ട്, ഇവിടെ OH ആണ്, ഇവിടെ O ആണ്. പക്ഷേ തന്മാത്രാ സൂത്രം അപ്പോൾ ഒരു ജോഡി കൂടി നമുക്ക് അങ്ങോട്ട് എഴുതിയേക്കാം, 5,6. ഇനി മെറ്റാമറിസം കാണിക്കുന്ന ഈതറുകളാണ്. അതുകൊണ്ട് ഇവിടെ 3ഉം ഇവിടെ 1ഉം വന്ന് 4, ഇവിടെ 2ഉം 2ഉം വന്ന് 4. തന്മാത്രാ സൂത്രം നോക്കിയാൽ ഒരുപോലെ, അതുകൊണ്ട് 3ഉം 5ഉം. ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ച് മടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ മടുപ്പ് ഒന്നും വകവെക്കാതെ നിങ്ങളും മടുത്തിട്ടും എൻ്റെ ഒപ്പം പഠിച്ച് ഒറ്റ സ്ട്രെച്ചിന് കണ്ട ഏതെങ്കിലും പ്രിയ കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ടീച്ചറിന് പേരെഴുതിയിടണം. അവർക്ക് കേൾക്കാൻ വേണ്ടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ടീച്ചർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. പ്രിയ കുട്ടികൾ അതിനകത്ത് ചേരുക. ടീച്ചറിനോ അപ്പോൾ അതിൽ നിന്ന് ടീച്ചറിൻ്റെ ഫോൺ നമ്പരൊക്കെ കിട്ടുമല്ലേ. അങ്ങനെ ടീച്ചറിനോട് സ്പെഷ്യലായിട്ട് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ നമ്പരും ടീച്ചർ സേവ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ക്ലാസ്സുകൾ പറ്റി പറയണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.